അവരുടെ കഥയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അവരാണ് അവരുടെ കഥയിലാണ് അവരെഴുതുന്നതും പറയുന്നതുമാണ് നിങ്ങളെല്ലാം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇന്ത്യക്കാരെ പറ്റി അവരെഴുതുന്ന സാധനം നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ അത് കേൾക്കത്തില്ല, കാര്യം ഇന്ത്യയിലോട്ട് അയക്കുന്നതിനകത്ത് അത് കാണത്തില്ല. നിങ്ങൾ അമേരിക്കൻ റീഡേഴ്സ് ഡൈജസ്റ്റ്, അമേരിക്കയിൽ എഴുതപ്പെടുന്ന മാസികളൊക്കെ നിങ്ങളൊന്ന് വായിക്കണം. ഞാൻ വായിച്ച് ഷോക്കടിച്ച് പോയിട്ടുള്ളതാണ്. ഞാൻ അമേരിക്കൻ റീഡേഴ്സ് ഡൈജസ്റ്റ്, ഇവിടെ ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന റീഡേഴ്സ് ഡൈജസ്റ്റ് ഉണ്ട്. അതെൻ്റെ അമ്മയുടെ അച്ഛൻ എൻ്റെ അമ്മയുടെ സഹോദരൻ ഡോക്ടറായിരുന്നു. പുള്ളി നേരിട്ട് വരുത്തുന്ന ഒരെണ്ണമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് അമേരിക്കയിലുള്ള ഒരു സ്ത്രീ അയക്കുന്ന മാസികകളുണ്ട്. അതിൻ്റെ റീഡേഴ്സ് വായിക്കുമ്പോൾ അത് വളരെ വലുതാണ്. ഇവിടെ ഉള്ളൊരു ചെറിയ ഒരെണ്ണമായിരുന്നു. അപ്പോൾ ഞാനിത് രണ്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ കവർ ഒരുപോലെ ഇരിക്കും, പക്ഷെ അകത്ത് നോക്കുമ്പോഴാണ് 100 കണക്കിന് ലേഖനങ്ങൾ കാണത്തില്ല. ആ ലേഖനങ്ങൾ മുഴുവനും ഇന്ത്യക്കാരെ പറ്റി മോശമായിട്ട് പറഞ്ഞോ അതുപോലുള്ള സാധനങ്ങളോ ഒന്നും അതിനകത്ത് കാണത്തില്ല. ഇങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിക്കുന്നത്. നമ്മൾ അമേരിക്കയിൽ നിന്ന് അമേരിക്ക എന്നുള്ളതല്ല, പ്രചാരണം നടത്തുന്ന ഇത്തരത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തോട്ട് അവരുടെ സാധനം വരുമ്പം നമ്മളെ പറ്റി പറയുന്ന ഒരു സാധനം കാണത്തില്ല. അവിടുത്തെ രാജ്യത്തുള്ള ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ. ഇന്ത്യയിലോട്ട് പോകുമ്പോൾ നിങ്ങൾ പേടിച്ചു പോകണം, ഇവിടെ മുഴുവൻ റോഡ് നിറച്ച് പാമ്പാണ്, ഇവിടെ മുഴുവനും. എൻ്റെ കൂട്ടുകാർ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അമ്മ പറയുന്നതാണ്, നീ അവിടെ പോകരുത്, നീ അവിടെ ഭയങ്കര പ്രശ്നമാണ്, റോഡ് നിറച്ച് ആനയും പാമ്പുമാണ്. നമ്മൾ ആനയെ കാണണമെന്നുണ്ടെങ്കിൽ പലയിടത്തും പോയി കണ്ടുകൊണ്ടിരിക്കുന്ന പാർട്ടികളാണ്, പക്ഷേ അവർക്ക് ഒരു സംശയമില്ല. ഇങ്ങനത്തെ ഒരു വേറൊരു ഇമേജാണ് നമുക്ക് തരുന്നത്. ആഫ്രിക്കയെ പറ്റിയുള്ള നമുക്കുള്ള ഇമേജ് എന്താണ്? കാട്ടി കഴിയുന്ന കുറച്ച് മനുഷ്യരായിട്ടല്ലേ. ഈ ഈജിപ്റ്റ് ആഫ്രിക്കയിലാണെന്ന് ആർക്കെങ്കിലും അറിയാം? ഒരു 6000-7000 വർഷമായിട്ട് ഇത്രയധികം വികസിച്ച ഒരു സമൂഹമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനുണ്ടായത് മാലി എന്ന് പറയുന്ന രാജ്യത്താണ്. മാലി ആഫ്രിക്കയിലാണ്. സ്വർണം അതിനു വേണ്ടി ഉണ്ടായിട്ട് ലോകത്ത് നമുക്ക് ഇന്നും അയാളോളം മൻസ മൂസ എന്ന് പറയും. നിങ്ങൾ വെറുതെ നെറ്റിനകത്ത് പരിശോധിച്ചാൽ മതി. ഇതൊന്നും നമുക്കറിഞ്ഞുണ്ട്. നമുക്കറിയാവുന്ന എന്താണ്? ദരിദ്രവാസികളായ കുറച്ച് ആൾക്കാർ ആഫ്രിക്കയിൽ ജീവിക്കുന്നുണ്ട്, വേട്ടയാടിയും. അത് മാത്രമാണ്. ഈ മനുഷ്യർ മുഴുവൻ ഉണ്ടായത് ആഫ്രിക്കയിലാണെന്നുള്ള കാര്യം ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടല്ലേ ആൾക്കാർക്ക് അറിയാതെ. ഏറ്റവും എത്രയോ വികസിച്ച സമൂഹവും സംസ്കാരവും ഉള്ള ഒരു സ്ഥലമാണ് ആഫ്രിക്ക. അത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് മുഴുവൻ ഈ ബ്രിട്ടീഷുകാർ അവിടെ ഉള്ള ആൾക്കാരെ കൊള്ളയടിക്കാൻ വേണ്ടി പറഞ്ഞു പരത്തിയ കഥകളാണ്. അതാണ് നമുക്കറിയാവുന്നത്. ഇതുകൊണ്ടാണ് ഈ ഒരു രാജ്യത്തിനെ മാത്രമല്ല ഇവർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചൈനക്കാരെ പറ്റി നമുക്കറിയാവുന്നത് എങ്ങനെയാണ്? ഭയങ്കര കുഴപ്പക്കാരായ ഒരു ജനതയെ പറ്റിയായിട്ട് മാത്രമാണ് നമ്മളിത് അറിയുന്നത്. ആകെ നമുക്ക് അവരുമായിട്ട് ഒരു എന്നുവെച്ചാൽ ബ്രിട്ടീഷുകാർ കയ്യേറിയ ഒരു സ്ഥലം മാത്രമാണ് ഈ വടക്കേ ഇന്ത്യയിലെ സ്ഥലങ്ങൾ. ഈ ചൈനയുടെ കാര്യം അതാണ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണോ ഈ മക്മോഹൻ രേഖ എന്നാണ് അതിന് പറയുന്നത്. അല്ലാതെ അവിടെ നിന്ന് ആരും എവിടെ കണ്ട് അതിലുണ്ടോ? ഒന്നുമില്ല. കയ്യേറ്റക്കാരുടെ സ്ഥലം മാത്രമാണ് അതല്ല. അല്ലാതെ അവിടെ കണ്ട് ആരാണ്ട് പണ്ടേ തൊട്ട് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല. ഈ വടക്കേ ഇന്ത്യയിലെ എന്താണ് നമ്മൾ ഈ 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ഉള്ള കിഴക്ക് ഉള്ള സ്റ്റേറ്റുകളില്ലേ, ഈ വടക്കേ ഇന്ത്യക്കാർ അവരെ വിളിക്കുന്നത് എന്താണ്? ചിങ്കികളെന്നാണ്. ചിങ്കികളെന്ന് പറഞ്ഞാൽ എന്താണ്? ചൈനക്കാരെന്നാണ്. അപ്പോൾ അതെല്ലാം അങ്ങനെയാണെങ്കിൽ ചൈനക്കാരുള്ളിടം ചൈനയാണെന്ന് പറയട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വടക്കൻ സ്റ്റേറ്റുകളൊക്കെ എങ്ങനെയാണ് ഇന്ത്യക്കാരുടേതാകുന്നത്? ഈ വടക്കേ ഇന്ത്യക്കാർ വിളിക്കുന്നവരെ ചൈനക്കാരെന്നാണ്. ഈ ചൈനയെ പറ്റിയിട്ട് അതുകൊണ്ടാണ് ഈ അതിരെന്ന് പറയുന്നത് മനുഷ്യരുടെ കയ്യൂക്ക് കൊണ്ടുണ്ടാക്കിയ അതിരുകളേ ഉള്ളു, അല്ല വേറൊരു അതിരും ഇല്ല. ഇത് നെഗോഷിയേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്, വേറെ ഒന്നുമില്ല. അല്ലാതെ നമ്മുടെ രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇവരെഴുതി വെച്ചിരുന്ന എന്നാൽ മഹാഭാരതം രാമായണമൊക്കെ വെച്ചിട്ടാണെങ്കിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമാണ് ഇന്ത്യ, അല്ലാതെ ഈ തെക്കേ വടക്കേ ഇന്ത്യ അല്ല. പഴയ സാമ്രാജ്യങ്ങൾ മുഴുവൻ അശോകനായാലും അക്ബർ ആയാലും ഇവരുടെ എല്ലാം ഈ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ബംഗാൾ തൊട്ട് അഫ്ഗാനിസ്ഥാൻ വരെ കിടക്കുന്ന സ്ഥലമാണ്. അതാണ് ഇന്ത്യ. ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാലത്ത് ഇന്ത്യയിലോട്ടില്ല, ഇവന്മാരുടെ സാമ്രാജ്യത്തിലില്ല. വടക്കേ ഇന്ത്യൻ രാജാക്കന്മാരുടെ സാമ്രാജ്യങ്ങളിൽ നമ്മളില്ല. നമ്മൾ ഇന്ത്യക്ക് പുറത്തായിരുന്നു. അവന്മാരുടെ രാജ്യമാണ് പറയുന്നതെങ്കിൽ.
രാമായണവും മഹാഭാരതവും കഥയും അതിനോട് ബന്ധപ്പെട്ട് ഹർഷം ഭരിച്ചു എന്ന് പറഞ്ഞാൽ, അശോകൻ ഭരിച്ചു എന്ന് പറഞ്ഞാൽ, ഒക്കെ പറഞ്ഞാലും എല്ലാം ഈ വടക്കേ ഇന്ത്യയിലെ ഈ ഡെക്കാൻ പ്ലേറ്റോടെ അപ്പുറത്തുള്ള കഥയേ ഉള്ളൂ. പിന്നെ എങ്ങനെ നമ്മളല്ല ഇന്ത്യക്കാരാകുന്നത്? എപ്പോഴെങ്കിലും ഇയാൾ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്നതിനകത്ത് കൃഷ്ണദേവരായയുടെ കഥയുണ്ട്. ഇന്ത്യ മാത്രമല്ല, ഈ ഈ എന്താണ് മദ്രാസിലുള്ള, ഞാൻ അന്ന് മദ്രാസ് എന്നാണ് പറയുന്നത്, തമിഴ്നാട്ടിലുള്ള ഭരിക്കുന്നവർ അവർ കൊറിയ ഭരിച്ചിട്ടുണ്ട്. അവർ കംബോഡിയയിലെ ക്ഷേത്രം ഉണ്ടാക്കി, അങ്കോർ വാട്ട് എന്ന് പറഞ്ഞ ക്ഷേത്രം കിടക്കുന്നത്, മലേഷ്യ, ഇന്തോനേഷ്യ, ഈ സ്ഥലങ്ങളിൽ മുഴുവനും തമിഴ് ഭാഷയുണ്ടെന്നറിയണം. ഈ തമിഴ് ഇത്രയും വലിയൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എവിടെ ഉള്ളത്? നമ്മളൊന്നും ഇല്ല ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. ഈ തെക്കേ ഇന്ത്യ എന്ന് നമ്മളിന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ പിടിച്ചപ്പോൾ ഉണ്ടായതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ. അല്ലാതെ ഇവർ പറയുന്ന ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന, പണ്ടേ തൊട്ട് ഈ പഠിപ്പിക്കുന്ന സാധനം മുഴുവനും അഫ്ഗാനിസ്ഥാനിൽ ഇരിക്കുന്നവർക്കൊക്കെയാണ്. അവിടെയാണ് കംബോജ ഉള്ളത്, ഗാന്ധാരം ഉള്ളത്, കണ്ടഹാറാണ് ഗാന്ധാരം. ഈ ഇരിക്കുന്ന, അപ്പോൾ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രം എന്താണ്? ഈ മേലുകേട് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ബ്രിട്ടീഷുകാരുണ്ടാക്കിയാണെന്ന് അറിയാം. അല്ലാതെ ഇവരുടെ ചരിത്രത്തിനകത്തുള്ള ഇന്ത്യ അല്ല. ഇവർ പറയുന്ന ഇന്ത്യയാണ്. ഞാൻ മോഹൻജദാരോ ആരൊക്കെ പറയുവാണെന്നുള്ളത് എല്ലാം പാകിസ്ഥാനിലായില്ലേ. അപ്പൊ ഈ രാമന്റെ ജന്മസ്ഥലം, രാമന്റെ സ്ഥലം എന്നൊക്കെ പറയുന്നതൊക്കെ അവിടെ ആയി പോയില്ലേ. ഗാന്ധാര, കൈകേയിയുടെ സ്ഥലമൊക്കെ എന്ന് പറയുന്ന ആ ഏരിയ ആണ് അഫ്ഗാനിസ്ഥാൻ. ഇതുകൊണ്ടാണ് നമ്മൾ ഈ കുഴയുന്നത്. ആ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ എന്ന് നമ്മളിന്ന് വിളിക്കുന്നിടം തൊട്ട് ബംഗാൾ വരെയുള്ള ആ സമയം ഗംഗയുണ്ട്. പക്ഷേ ഈ സൗത്ത് ഇല്ല അതിൽ. അശോകൻ്റെ കഥ പറയുമ്പം അശോകൻ ഇവിടേക്ക് എൻവോയ്സ് അയച്ചിട്ടുണ്ട്, അത് ശ്രീലങ്കയിൽ അയച്ചിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നമുക്കും അയച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അയാൾ കീഴടക്കിയിട്ടില്ല ഇവിടം. അതായിരുന്നു ഏറ്റവും വലിയൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇനി മുഗളന്മാരുണ്ടാക്കിയ ആണല്ലോ രാജ്യം. ആ മുഗളന്മാരുണ്ടാക്കിയ അവർ ഹൈദരാബാദ് വരെ ഉള്ളു, അതിനിപ്പുറത്തോട്ട് ഇല്ല ആരും. അപ്പം നമ്മളൊക്കെ എന്നാ ഇന്ത്യക്കാരായത്? ബ്രിട്ടീഷുകാരുണ്ടാക്കി, ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയ സമയത്തുണ്ടായ ഇന്ത്യയേ ഉള്ളൂ. അതുകൊണ്ട് അതാണ് പുതിയ ഇന്ത്യ. അതുകൊണ്ട് ഈ അതിരുകളെന്ന് പറയുന്നത് ഒന്നും തന്നെയും ബ്രിട്ടീഷുകാർ പോയതിന് ശേഷമുള്ള അതിരേ ഉള്ളൂ. ബ്രിട്ടീഷുകാരുടെ കയ്യേറി അവർ പിടിച്ചു വെച്ചിരുന്നത്. ബർമ്മ നമ്മുടെ കൂടെ ഇരുന്നാണ് ബ്രിട്ടീഷുകാർ, പിന്നെന്താണ് അത് എടുക്കാത്തത്? അതാണല്ലോ പിടിക്കേണ്ടത്. അങ്ങനെയാണ്. ഇപ്പൊ പല രാജ്യങ്ങളെ പറ്റി പുറത്തറിയുന്ന കഥകൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ചൈനയെ പറ്റി പലപ്പോഴും പുറത്ത് കേൾക്കുന്ന ഒരു കഥയുണ്ടല്ലോ. ഇപ്പോൾ ഒരു വീടിന് പച്ച പെയിന്റ് അടിക്കാൻ പറ്റില്ല, പിന്നെ ഒരു മുസ്ലിം പള്ളിയോ അല്ലെങ്കിൽ മുസ്ലിം എവിടെ നിന്ന് ഇയാൾക്ക് ഈ കഥയൊക്കെ? ഇത് പുറമുള്ള പ്രചാരണങ്ങളാണ്. ഈയുടെ കഥ എവിടെ നിന്ന് ഇയാൾക്ക് കിട്ടുന്നത്? ഈ യൂട്യൂബിലൊക്കെ തന്നെയും ചൈനയെ അമേരിക്കക്കാർ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം. പക്ഷെ ഇതിൽ മലയാളത്തിൽ ഇത് പറയുന്ന ആളുകളുണ്ട്. മലയാളത്തിൽ കാശ് കൊടുത്താൽ കഥ പറയാൻ പറ്റുന്ന ആൾക്കാരെ എന്നും കിട്ടത്തില്ലേ? അമേരിക്കയിൽ നിന്ന് പണക്കാരായ ആൾക്കാർ ലോകവ്യാപകമായി നടത്തി ഉണ്ടാക്കുന്ന കഥകളുണ്ടാക്കി ഇപ്പോൾ ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ നോക്കിയാൽ 1000 കഥയുണ്ട്. ഇതെല്ലാം പണക്കാരുടെ കഥകളാണ്. ഡ്രാമ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരികയാണെങ്കിൽ മുഴുവൻ എനിക്ക് ഭയങ്കര ഒരു പണക്കാരൻ, ആ പണക്കാരനെ ആളുകൾക്ക് അറിയുന്നില്ല. ചോട്ടാ പണക്കാരെല്ലാവരും കൂടെ അയാൾ അപമാനിക്കുന്നു. അതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി എല്ലാവരും നിൽക്കുന്നു. ഈ